ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ഇ.ഡി. റെയ്ഡിൽ പിടിച്ചെടുത്ത വ്യാജരേഖകളുണ്ടെന്ന് സംശയം. ശബരിമലയുമായി ബന്ധപ്പെട്ട രേഖകളുടെ ആധികാരികത പരിശോധിക്കും. കേസിൽ കേരളമടക്കം 3 സംസ്ഥാനങ്ങളിൽ നടന്ന റെയ്ഡിൽ ബാങ്ക് പണമിടപാട് രേഖകൾ, ഡിജിറ്റൽ ഡിവൈസുകൾ എന്നിവയെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട രേഖകളിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ടെന്നും വ്യാപക ക്രമക്കേടുകൾക്ക് വ്യാജരേഖകളും ഉപയോഗിച്ചിട്ടുണ്ടെന്നുമാണ് സംശയം. മണിക്കൂറുകൾ നീണ്ട റെയ്ഡിൽ രേഖകൾ, ബാങ്ക് ഇടപാട് വിവരങ്ങൾ, ഡിജിറ്റൽ ഡിവൈസുകൾ എന്നിവ ഇ.ഡി. കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഡിജിറ്റൽ ഡിവൈസുകൾ സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ഇതിനൊപ്പം പിടിച്ചെടുത്ത രേഖകളുടെ ആധികാരികത വ്യക്തമാക്കാനുള്ള പരിശോധനകളും നടത്തും. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ എ. പത്മകുമാർ, എൻ. വാസു, മുൻ ദേവസ്വം ബോർഡ് അംഗം കെ. പി. ശങ്കരദാസ് എന്നിവരുടെ വീടുകളിൽ നടത്തിയ റെയ്ഡിൽ ബാങ്ക് രേഖകൾ, ഭൂസ്വത്തുക്കൾ സംബന്ധിച്ച രേഖകൾ എന്നിവയും കണ്ടെത്തിയിരുന്നു. ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേന്ദ്ര പ്രസാദിന്റെ അങ്കമാലിയിലെ വീട്ടിലും ഇ.ഡി. സംഘം എത്തിയിരുന്നു. പ്രതിപട്ടികയിലുണ്ടായിരുന്നിട്ടും അറസ്റ്റിലാകാത്തവരുടെ മൊഴിയും റെയ്ഡിനിടെ ഇ.ഡി. പ്രാഥമികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് എല്ലാവരെയും സമൻസ് നൽകി വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യും. മുൻ ദേവസ്വം സെക്രട്ടറി എസ്. ജയശ്രീ, ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേന്ദ്ര പ്രസാദ് ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യും. ആചാരവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലും ക്രമക്കേടുകളുണ്ടെന്നാണ് ഇ.ഡി. വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ചും അന്വേഷണമുണ്ടാകും. ജനം, കൊച്ചി.